യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ആ ഒരു ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതൊരു ജനറൽ റീഡിംഗ് പോലെയാണ് ചെയ്യുന്നത്, പയൽ റീഡിംഗ് അല്ല. പലവരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പയൽ റീഡിംഗ് ചെയ്യണം എന്നുള്ളത്. ഞാനിപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് എനിക്ക് ആ ഒരു പയൽ റീഡിംഗ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. മാക്സിമം ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, എനിക്ക് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതിലൂടെയും കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്കെല്ലാം കൂടെ മാനേജ് ചെയ്യാനായിട്ട് എനിക്ക് ടൈം കൺസ്യൂമിങ് ആ ഒരു കാര്യത്തിൽ എനിക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ്. അപ്പം അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് വീഡിയോ ആണ്. റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കാം. ആൻഡ് ഓൾസോ നിങ്ങൾ ആ ലവ് ചെയ്യുന്ന വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം ഈ ഒരു വീഡിയോ കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ അത്യാവശ്യം നല്ലൊരു സ്പ്രെഡാണ് കിട്ടിയിരിക്കുന്നത്. സോറി, റീഡിങ്ങിന് പോണതിന് തൊട്ട് മുൻപായിട്ട് പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അതിലെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ടെക്സ്റ്റ് മെസ്സേജോ വോയിസ് മെസ്സേജോ ഒക്കെ അയച്ചാൽ മതി, വിളിക്കണ്ട മാക്സിമം. സോ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഈ പേഴ്സൻ്റെ ഒരു രീതി വെച്ചിട്ട് പറയാനാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളെ കുറിച്ചിട്ട് ഒരു നോൺ സ്റ്റോപ്പ് ആയിട്ട്, അതായത് നമ്മൾ പറയില്ലേ 24/7 നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ ഭയങ്കര ഈഗോ കാണിക്കുന്നുണ്ടാകാം. അതായത് നേരിട്ടുള്ള സ്വഭാവത്തിലാണെങ്കിൽ വളരെയധികം ഈഗോ കാണിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം, അല്ലെങ്കിൽ ഒന്ന് മയപ്പെടുത്തി നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ അഭിമാനം പോകുമെന്നോ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ വാല്യൂ നഷ്ടപ്പെടുമെന്നോ അങ്ങനെ ചിന്തിക്കുന്ന ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളെ കുറിച്ചിട്ട്, അതായത് ഈ പേഴ്സൺ ഇപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സമയമാണ്. അതായത് ഇപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ വിദേശത്താണെങ്കിൽ, ജോലി സംബന്ധമായിട്ടാണെങ്കിൽ ഒറ്റയ്ക്ക് വിദേശത്താണെങ്കിൽ അവിടെ ഒറ്റയ്ക്കാണല്ലോ, നിങ്ങളുടെ സാന്നിധ്യം ഇല്ല. സോ നിങ്ങളായിട്ട് ചിലപ്പോൾ ഈ പേഴ്സൺ വഴക്കടിക്കുന്നുണ്ടാകാം, വാക്കുതർക്കം ചെയ്യുന്നുണ്ടാകാം, ദേഷ്യപ്പെടുന്നുണ്ടാകാം. ഓക്കെ, അപ്പൊ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഈ പേഴ്സന്റെ നിഴല് പോലെയാണ് നിങ്ങളെ കണക്കാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകള് ഈ പേഴ്സൺ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂണിവേഴ്സ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത് ഈ പേഴ്സണെ ആയാലും നല്ല രീതിയിൽ അതിശയിപ്പിക്കുന്നുണ്ട് ഈ ഒരു സംഭവം. അതായത് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഈ ഒരു ചിന്തകൾ ഇങ്ങനെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് വളരെയധികം ഈ വ്യക്തിയെ അതിശയിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ പേഴ്സൺ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ മറ്റേ വശത്ത്, വലതുവശത്തോ ഇടതുവശത്തോ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് ഈ പേഴ്സൺ സങ്കല്പിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ കൈകൾ കോർത്ത് ചേർത്ത് പിടിക്കാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഓക്കെ, കാരണം നമുക്കിവിടെ ഒരു കല്യാണത്തിന്റെയും പുതിയ പ്രണയത്തിന്റെ തുടക്കം, അതായത് നിങ്ങളിപ്പോൾ ഈ പേഴ്സണായിട്ടൊരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ വിട്ടു നിൽക്കുകയാണെങ്കിൽ നിങ്ങളായിട്ടുള്ള ഒരു പുതിയ തുടക്കത്തെ കുറിച്ച് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുപോലെ ധാരാളം സമ്പാദിക്കണമെന്നും പലതരത്തിലുള്ള അസറ്റുകൾ നേടിയെടുക്കണമെന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ കാര്യം ചിന്തിച്ച് കഴിയുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തയാണ് സാമ്പത്തികത്തിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് വളരെയധികം ഒരുപാട് സ്വപ്നങ്ങളുള്ള, അല്ലെങ്കിൽ വളരെയധികം അറ്റാച്ച്മെന്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്നത് ജസ്റ്റ് ടൈം പാസിന് വേണ്ടിയിട്ട് നോക്കുന്ന ഒരു പ്രണയമോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നേരം പോക്കിരി പ്രണയിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഒന്ന് മെസ്സേജ് അയച്ചേക്കാം, നിങ്ങളോട് സംസാരിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് കൂടെ കൂട്ടിയേക്കാം എന്നുള്ള ഒരു എന്താ പറയുക,
ഒരു ടൈം പാസിന് വേണ്ടിയിട്ടുള്ള ഒരു കണക്ഷൻ ഒന്നും അല്ല നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ശരിക്കും നിങ്ങളായിട്ട് ഒരു സോളിഡ് കണക്ഷൻ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോളിഡ് കണക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പോലും ആ ഒരു മുറിച്ചു മാറ്റാനാകാത്ത ടൈപ്പ് ഓഫ് ഒരു ബന്ധം, ഒരു കണക്ഷൻ. മേ ബി ചൈൽഡ്ഹുഡ് ആയിരിക്കാം, അതായത് കുട്ടിക്കാലം തൊട്ടേ നിങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളായിരിക്കാം. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട്, ഇനിയിപ്പോൾ അതല്ലെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു ഇടക്കാലത്ത് വെച്ചിട്ട് കണ്ടുമുട്ടിയ വ്യക്തികളാണെങ്കിൽ കൂടി ഈ വ്യക്തിക്ക് വളരെയധികം പൂർവ്വജന്മ ബന്ധം ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും വൈബ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്ന ഒരു എനർജി നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സന്റെ ട്രൂ ഇൻഡ്യൂഷനിലായാലും ട്രൂ ഇന്റൻഷനിലായാലും, അതായത് ഉദ്ദേശത്തിലായാലും, നിങ്ങളെ പറ്റിയിട്ടുള്ള ഉദ്ദേശമായാലും, ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് വരുന്ന കാര്യങ്ങളായാലും എപ്പോഴും വെഡ്ഡിങ് ആണ്. കാരണം പാർട്ട്ണർഷിപ്പ് ആൻഡ് അലയൻസസ്, കൈകൾ കോർത്ത് പിടിക്കുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ പുതിയ തുടക്കത്തെയും ആൻഡ് ഓൾസോ ദ ബിഗിനിങ്സ് ആണ്, ലവ് ബിഗിനിങ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. റിജോയ്സ് ഇൻ സെലിബ്രേഷൻ, നിങ്ങളായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. പുതിയൊരു പ്രണയം തുടക്കമിട്ട് തരാനും അതോടൊപ്പം തന്നെ നിങ്ങളെ എപ്പോഴും കൈകൾ കോർത്ത് ചേർത്ത് പിടിക്കാനും ഒക്കെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് വലിയ രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, വളരെയധികം തടസ്സങ്ങൾ ഈ വ്യക്തിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷനിൽ. അത് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, റിലീജിയസ് പ്രോബ്ലങ്ങളായിരിക്കാം. പക്ഷെ ആ ഒരു സമയത്തൊക്കെ ഈ വ്യക്തി വളരെയധികം ഇമോഷണൽ പരമായിട്ട് വീക്കായിരുന്നു. അതായത് മാനസികമായിട്ട് വിഷമിച്ച് തളർന്നിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പല കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് ഈ വ്യക്തി തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഒട്ടും തന്നെ പറയാൻ പറ്റാതെ ഇരിക്കാൻ പറ്റില്ല. കാരണം അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ്. അതായത് ഈ വ്യക്തിക്ക് ഒരു നല്ല കാലം വന്നിരിക്കുന്നു. ഈ വ്യക്തിയുടെ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, വിദ്യാഭ്യാസ നേട്ടങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നല്ലൊരു ജോലി ലഭിച്ചതാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് അത് സക്സസ് ആയതാകാം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ വീട്, ഫോർ എക്സാമ്പിൾ വീട് നഷ്ടപ്പെട്ടു പോയി അത് തിരിച്ചു പിടിച്ചു, അല്ലെങ്കിൽ വാഹനം നഷ്ടപ്പെട്ടു പോയി അത് തിരിച്ചു പിടിച്ചു. അങ്ങനെ ആ ഒരു തിരിച്ചു പിടിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മുഖത്തടിച്ച പോലെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം, എനിക്കിനി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രതീക്ഷയും വെക്കാൻ പറ്റുന്നില്ല, ബിക്കോസ് എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, ഓക്കെ ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ കീഴ്പോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, സോ റിയലി സോറി. ആ ഒരു ലെവലിൽ ഈ പേഴ്സൺ സംസാരിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ അടുത്ത്. പക്ഷേ നിങ്ങൾ അത് കേട്ട ഉടനെ നല്ല രീതിയിൽ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടാകാം. ഈ പേഴ്സൺ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്, കാരണം ഇമോഷണൽ വിഡ്രോവൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പേഴ്സന്റെ ആ ഒരു ക്രൗൺ ചക്ര ഹീൽ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം പറയേണ്ടത്. കാരണം ആ ഒരു രാജാധിപത്യം, അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു പിടിച്ച് വീണ്ടും പഴയ ആ ഒരു ആഢ്യത്വത്തോടു കൂടി, അല്ലെങ്കിൽ ആ ഒരു പഴയ സ്ഥാനത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു ലെവലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് കഷ്ടപ്പെട്ട് യാചിച്ച് അപേക്ഷിച്ച് നിന്നിരുന്ന ആ ഒരു സ്ഥാനത്ത് നിന്ന് എല്ലാം ഓർഡർ ചെയ്യുന്ന ഒരു ലെവലിലേക്ക്, ഓക്കെ, കുറച്ചും കൂടി ഹൈ പൊസിഷനിലേക്ക് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് പലതരത്തിലുള്ള തകർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു സൂര്യോദയം ഉണ്ടായിട്ടുള്ളത്. അതായത് ആ സൂര്യന്റെ ഉദയം, ഇത്രയും കാലം ഇരുട്ടായിരുന്നു, വെളിച്ചം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ യൂണിവേഴ്സ് പലതരത്തിലും നിങ്ങളെ പറ്റിയിട്ടുള്ള ആ ഒരു സൈനുകളായിക്കോട്ടെ, അടയാളങ്ങളായിക്കോട്ടെ, നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളായിക്കോട്ടെ, നിങ്ങൾ കണ്ടുമുട്ടിയ ആ ഒരു സമയമായിക്കോട്ടെ, പലതരത്തില് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ചിന്തകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഈ പേഴ്സൺ നിങ്ങളെ സ്കിപ്പ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഒരു പരിധിവരെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നമുക്ക് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട്
നിരന്തരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓഫ് കോഴ്സ് നിങ്ങളായിട്ട് മാരേജ് പോസിബിൾ ആക്കി എടുക്കണം, നിങ്ങളായിട്ടൊരു പുതിയ തുടക്കം നിങ്ങളായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം, നിങ്ങളായിട്ടുള്ള പ്രണയം വീണ്ടും പഴയതുപോലെ സ്റ്റാർട്ടപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ആ പഴയ കാര്യങ്ങളൊക്കെ മറന്ന് ആ ഒരു ഫിനാൻഷ്യൽ പരമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങളെ അറിയിക്കണം. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഈ പേഴ്സന്റെ നിരന്തരമായിട്ടുള്ള ചിന്തകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിലൂടെ ഈ വ്യക്തിക്ക് മാനസികപരമായിട്ടുള്ള സന്തോഷവും അതുപോലെ തന്നെ മാനസികപരമായിട്ടുള്ള ആ ഒരു തൻ്റെ ഇടം, കാരണം ഇപ്പോൾ സമയം തെളിഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും ഈ പേഴ്സണ് നേടിയെടുക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ വളരെയധികം കോൺഫിഡൻസ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിയുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ ഹീല് ചെയ്തു പോകാൻ തുടങ്ങിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു മോശം കാലഘട്ടം നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ ചിന്തകൾ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സന്റെ മനസ്സിൽ വന്നിരുന്ന അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകളോടൊക്കെ ഈ പേഴ്സൺ ഗുഡ് ബൈ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ക്രൗൺ ചക്ര നല്ല രീതിയിൽ ഈ പേഴ്സന്റെ ഹീൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഈ പേഴ്സന്റെ ഫീലിങ്സ് എന്ന് പറയുന്നത്. സോ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ബാക്കി പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.